ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ IELTS എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി മുതൽ പേപ്പർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മാത്രമേ ഇനി ഉണ്ടാവത്തുള്ളതാണ് പറയപ്പെടുന്നത്. ജൂൺ 27 2026 ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പ് എക്സാം എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷമാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പേപ്പർ ബേസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, ഗ്ലോബലി ഇത് മാറാൻ വേണ്ടി പോകണമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബാധിക്കും, കാനഡയിലുള്ള ആൾക്കാരെ ആണെങ്കിൽ നിങ്ങളെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജൂൺ 27 മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് മുമ്പ് തന്നെ എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഈ IDP ആണെങ്കിലും ബ്രിട്ടീഷ് കൗൺസിൽ ആണെങ്കിലും നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് താഴെ കൊടുക്കാൻ നിങ്ങൾ കയറി നോക്കുക. എന്തായാലും ഇത് വലിയ ഷോക്കിങ്ങുള്ള അപ്ഡേറ്റ് ആണ്. അവരുടെ വെബ്സൈറ്റ് നോക്കുവാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ വായിച്ചു നോക്കുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ IELTS ഓൺ പേപ്പർ എന്ന് പറഞ്ഞാൽ ജൂൺ 27 2026 ആണ് അവർ പറയുന്നത്. അതിനുശേഷം നമ്മൾ IELTS ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, ഒരിക്കലും പേപ്പർ ബേസ്ഡ് ആയിരിക്കത്തില്ല. അതുപോലെ സ്പീക്കിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് സ്പീക്കിംഗ് പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്, ഒരു ഇൻസ്ട്രക്ടർ ആണ്, നമ്മൾ അവരുടെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ വെബ് ക്യാം വെച്ചിട്ട് അങ്ങനെയുള്ള കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സംസാരിക്കുന്ന പരിപാടി അതൊന്നും ആയിരിക്കത്തില്ല, നേരിട്ട് സംസാരിക്കുന്ന പരിപാടി ആയിരിക്കാം. കോവിഡ് ഒന്നും വന്നില്ലെങ്കിൽ അതിന് മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് ടു IELTS ഫോർമാറ്റ്, അതായത് ബാൻഡ് സ്കോർ ഉണ്ടല്ലോ, 0 to 9 വരുന്ന ബാൻഡ് സ്കോറിൽ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. IELTS എങ്ങനെയാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ബ്രിട്ടീഷ് കൗൺസിൽ ആണെങ്കിലും IDP ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ആ ഫോർമാറ്റിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അതായത് പേപ്പർ ബേസ്ഡ് മാത്രം മാറ്റി അത് ഒഴിവാക്കി കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കി. കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാനായിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നത്. മിക്ക ആൾക്കാരും ഈ പറഞ്ഞ പേപ്പർ ബേസ്ഡ് ആണ് എഴുതിയിട്ടുള്ളത്, ചില ആൾക്കാർ മാത്രമേ കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതിയിട്ടുള്ളൂ. ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ IELTS പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നെക്സ്റ്റ് ടൈം പേപ്പർ ബേസ്ഡ് നോക്കരുത്, കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെ സെലക്ട് ചെയ്തിട്ട് അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ പേപ്പർ ബേസ്ഡ് എക്സാം ഉണ്ട്, പക്ഷേ സീറ്റൊക്കെ പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ജൂൺ 27 2026 ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പേപ്പർ വൈസ് എഴുതാൻ വേണ്ടി പറ്റത്തില്ല. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല, കാരണം ടൈപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ കീബോർഡിന്റെ ആ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്പീഡ് കിട്ടത്തില്ലെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പേപ്പർ ബേസ്ഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം എഴുതുമ്പോൾ നമുക്കൊരു ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. മിക്ക ആൾക്കാർക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ യൂസ് അത്ര പരിചയമൊന്നും കാണത്തില്ലായിരിക്കും, കൂടുതൽ ആൾക്കാർക്ക് എഴുതിയുള്ള പരിചയമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്പീഡ്, കാരണം നമ്മൾ ഈ പറഞ്ഞ റൈറ്റിംഗ് എക്സാം ആണെങ്കിൽ നമുക്ക് സമയം ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം സ്പീഡ് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് പേപ്പർ ബേസ്ഡ് എക്സാം ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സീറ്റ് ലിമിറ്റഡ് ആണെന്ന് എല്ലാ സൈറ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ലിങ്ക് താഴെ കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയറി ബുക്ക് ചെയ്തോ. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ കിട്ടുന്നതാണ്. വീണ്ടും മറ്റുള്ള കാണുമ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.